എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതു സ്വഭാവങ്ങളും നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകളും അതുപോലെ തന്നെ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ജ്യോതിഷപരമായ പുതിയ അറിവുകൾ ലഭിക്കുവാനത് സഹായകരമാകും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും പ്രായേണ ആരോഗ്യവാന്മാരുമായിരിക്കും. എല്ലാ കാര്യത്തിലും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചനാ സാമർഥ്യവും ഇവരിലുണ്ടായിരിക്കും. ചൈതന്യമുള്ളതും വിശാലവുമായ കണ്ണുകളായിരിക്കും. വിശാലമായ നെറ്റിയും ഉയർന്ന നാസികയും പ്രശാന്ത ഗംഭീരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ. പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശംവദരാകുകയോ ചെയ്യാറില്ല. എന്നാൽ ആലോചിച്ചോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് ഇവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും തന്നെ അതിൽ നിന്ന് മാറാത്ത ഒരു സ്വഭാവവും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. സ്വഭാവത്തിൽ ഇവർ വളരെ ശാന്തന്മാരായി തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാതെ മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. വിശേഷിച്ച് മേഢം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും. ആശ്രിത വാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപൽഘട്ടത്തിലുമുള്ള സേവന സന്നദ്ധയും ഇവരുടെ ഒരു വിശിഷ്ട ഗുണം തന്നെയാകുന്നു. പ്രായേണ ഈ നാളുകാർ മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ സമർത്ഥന്മാരായിരിക്കും. എന്നാൽ ഇവർക്ക് തക്കമായ കാരണം കൊണ്ട് സമാധാനഭംഗമുണ്ടായെന്ന് വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസമായിരിക്കും. ഇവരിൽ ദൃഢമായ ഈശ്വരവിശ്വാസം കാണപ്പെടും. എന്നാൽ മതപരമായോ ദൈവികമായോ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ടാണ് മിക്കവാറും ഇവരെ കണ്ടുവരുന്നത്. പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരന്മാരാണ്. കുടുംബകാര്യങ്ങളിൽ യാഥാസ്ഥികത്വവും സുഹൃത്തുക്കളിൽ ഗാഢത്വവും ഒന്നുപോലെ ഇവർ പുലർത്തിപ്പോരുന്നു. ചിന്താശീലരും ചിലപ്പോൾ യുക്തിവാദികളുമായ ഇവർ സാഹിത്യ പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരുമായിരിക്കും. മറ്റൊരു കാര്യം കൂടി, സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായേണ മനോസുഖം ഇവർക്ക് കുറവായിരിക്കുകയേ ഉള്ളൂ. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാമർഥ്യവും പുരോഗതിയുമുണ്ട്. ഏകദേശം 30 വയസ്സ് വരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരും. അതിനുശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായ അഭിവൃദ്ധികാലം ഉണ്ടാകുകയുള്ളൂ. ഇതേതാണ്ട് 50-55 വരെയും നിലനിൽക്കും. 30നും 55 വയസ്സിനും ഇടയ്ക്കാണ് നല്ല കാലം. അതിനുശേഷം ഇവർ മിക്കവാറും പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളായോ പൊതുകാര്യ പ്രവർത്തകന്മാരായോ കുടുംബ ഭരണക്കാരായോ തീരുന്നു. അശ്വതി നാളുകാർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പാത്രീഭൂതരാകാറുണ്ടെന്നത് ഒരു സാധാരണ സംഭവമാണ്. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രായേണ കുറവായിരിക്കും. സഹോദരങ്ങളെ കൊണ്ടും മിക്കവാറും അങ്ങനെ തന്നെ. സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലൂടെയുമാണ് ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകുന്നത്. എന്നാൽ അന്യ ആളുകളെ കൊണ്ട് ഇവർക്ക് പല നന്മകളും ഉണ്ടാകും. ഇവർ സ്വതവേ അല്പം ലുബ്ധന്മാരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് വലിയ ചെലവുകാരായിട്ടാണ് പരിണമിക്കുന്നത്. തന്നിമിത്തം സാമ്പത്തികമായ ഉയർച്ച യാഥാർത്ഥമായ വരവിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതായാലും ഇച്ഛാനുസാരണമായ സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നുള്ളത് ഇവരുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശമായിരിക്കും.
വീടും പരിസരങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കണമെന്നുള്ളതിൽ ഇവർക്ക് വലിയ നിർബന്ധമുണ്ടായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ പുറമേ നല്ല ആരോഗ്യവാന്മാരായി തോന്നുമെങ്കിലും അർശസ്, വാതരോഗം, മൂത്രാശയ രോഗങ്ങൾ, ഹൃദ്രോഗം ഇവയിലേതെങ്കിലും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കാറുണ്ട്. എന്നാൽ ഇവർ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കുന്നവരല്ല. ഔഷധങ്ങളെക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യം കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിൽ അധികവും. അതിവർ പ്രായോഗത്തിൽ വരുത്തി കാണിക്കാറുമുണ്ട് കേട്ടോ. ഇവർ അധികാമികളും ലഹരി പദാർത്ഥത്തിൽ അഭിവാഞ്ഛയുള്ളവരുമായിരിക്കും. ക്രമാധികമായി ഇത്തരം കാര്യങ്ങൾ നിയന്ത്രണം വിട്ട് ഏർപ്പെടുക നിമിത്തം ജീവിതം പാഴാക്കുന്ന ചുരുക്കം ചിലരും ഇവരിൽപ്പെടും. ഇവയെ നല്ലവണ്ണം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ജാതക ഗ്രഹസ്ഥിതികൾ ഇല്ലെങ്കിൽ അധികവും ദുർവൃത്തരായി തീരുവാൻ എളുപ്പമുണ്ട്. എന്നാൽ മനസ്സിനെ ശക്തമായി സ്പർശിക്കുന്ന ചില സംഭവങ്ങൾ വന്നു ചേർന്നാൽ ഇവർ ഏത് ദുസ്വഭാവങ്ങളിൽ നിന്നും എന്നേക്കുമായി മുക്തരാകുകയും ചെയ്യും. ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുമെങ്കിലും അത്ര തന്നെ തൃപ്തിയായിരിക്കാൻ ഇടയില്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചയാളുടെ ഗ്രഹനിലയിൽ ശുക്രനും രാഹുവും അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർക്ക് ഭാര്യാമരണം സംഭവിക്കാം. ചൊവ്വയാണ് ഇപ്രകാരം നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കൊണ്ട് അത്തരക്കാർക്ക് ജീവിതം തൃപ്തികരമായിരിക്കുകയില്ല. ബുധനോ ശനിയോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഇവർക്ക് വിവാഹത്തിൽ താമസവും നേരിടും. മാത്രമല്ല ചിലപ്പോൾ കൃത്രിമ ബന്ധം പുലർത്തിയെന്നും വരാവുന്നതാണ്. ഏതായാലും വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ടായാൽ സന്താന സൗഭാഗ്യം ഇവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കുവാൻ കഴിയും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇതിൽ വിവരിച്ച ഫലങ്ങൾ മിക്കവാറും യോജിച്ചിരിക്കുമെങ്കിലും ചില പ്രത്യേകതകൾ കൂടി ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് പറയാം. ഇവർ അതിരറ്റ ഈശ്വരവിശ്വാസികളും മതബോധമുള്ളവരുമായിരിക്കും. ഹൃദയം ലളിതവും എന്നാൽ സഹിക്കാൻ കഴിവില്ലാത്തവരുമായിരിക്കും. നിഷ്കളങ്കമായ ഭർതൃഭക്തി ഇവരിലുണ്ടായിരിക്കും. കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ അസാമാന്യ കഴിവുള്ളവരായി കാണപ്പെടുന്നു. സ്നേഹത്തിലും ഔദാര്യത്തിലുമല്ലാതെ ദാനമോ ദണ്ഡമോ കൊണ്ടൊന്നും ഇവരെ സ്വാധീനിക്കുവാൻ കഴിയുന്നതല്ല. ദുശാഠ്യവും വാചാലതയും അല്പം കൂടിയിരിക്കുമെന്ന് മാത്രം. എന്നാലും ഇവർ ഐശ്വര്യവതികളും കുടുംബാംഗങ്ങളുടെയെല്ലാം സ്വജന വാത്സല്യമുള്ളവരുമായിരിക്കും. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടത്തോടും ബുദ്ധിപൂർവമായും പെരുമാറാനും ഇവർക്ക് കഴിയുന്നു. അശ്വതിയുടെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുള്ളതാണ്. ഇതിൽ തന്നെ പ്രാരംഭം ദോഷാധിക്യമുള്ളതുമാണ്. ഈ സമയത്ത് ജനിക്കുന്നവർ പ്രായേണ ആരോഗ്യം കുറഞ്ഞവരും മുൻകോപികളും വഞ്ചകന്മാരുമായിരിക്കും. കളവ് പറയാനും പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക വാസനയുണ്ടായിരിക്കും. ആത്മാർത്ഥത എന്ന അമാനുഷിക മൂല്യം ഇവരിൽ ലേശം പോലും ഉണ്ടായെന്ന് വരുന്നതുമല്ല. ഗണ്ടാന്തത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യ ലക്ഷണങ്ങൾ പ്രബലമായി ഉണ്ടായിരുന്നാൽ പോലും ഇവർക്ക് അശുഭ ഫലങ്ങൾ കൂടുതലായിരിക്കും. കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഇവർ ക്ലേശകാരികളായിരിക്കും. ഗണ്ടാന്ത ദോഷമുള്ളവർ മാതാപിതാക്കളെയും കുടുംബത്തെയും വേർപിരിഞ്ഞ് കഴിയുന്നവരായിട്ടാണ് അധികവും കാണുന്നത്. വിതയ്ക്കാനും വാഴ നടാനും ദേവപൂജയ്ക്കും വിദ്യാരംഭത്തിനും അശ്വതി നക്ഷത്രം നല്ലതാണ്. അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ്. ജനനം കേതുദശയിലാണ്. ഏതാണ്ട് 3-4 വയസ്സുവരെ കേതുദശയാണെന്ന് താൽക്കാലികമായി ചിന്തിക്കാം. അടുത്തത് ശുക്രന് 20, ആദിത്യന് 6, ചന്ദ്രന് 10, ചൊവ്വയ്ക്ക് 7, രാഹുവിന് 18, വ്യാഴത്തിന് 16, അതിനുശേഷം ശനിക്ക് 19, തുടർന്ന് 17 വർഷം ബുധനുമായിരുന്നു. ഇങ്ങനെ 9 ഗ്രഹങ്ങൾക്കായി 120 വർഷം മനുഷ്യന് പരമായുസ് നക്ഷത്ര ദശാക്രമത്തിൽ സ്ഥിരീകരിച്ച് നൽകിയിരിക്കുന്നു. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭമായേക്കാം. അതിനാൽ ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതിമകം മൂലം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നതും ഉത്തമമാണ്. ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും. വിനായക ചതുർത്ഥി നാളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമം. കേതു പ്രീതികരമായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഇവർ ജപിക്കുന്നതും നല്ലതാണ്.
രാശ്യാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കണം. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം എന്നിവ നടത്തുന്നതും ഫലപ്രദമാണ്. ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും. നക്ഷത്ര ദേവത അശ്വിനി ദേവതകളാണ്. ഈ ദേവതയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഉത്തമമാണ്. ഓം അശ്വിനി കുമാരാഭ്യാ നമ എന്ന മന്ത്രം ചൊല്ലി ജീവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും അതുപോലെ തന്നെ ജാതകം മുതലായവ, പ്രശ്നം മുതലായവ നോക്കാനുമുണ്ടെങ്കിൽ വിളിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.